നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിസ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. അതിൻ്റെ കോൺസെപ്റ്റ്, ടൈപ്സ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, റോൾ ഓഫ് ടീച്ചർ. അപ്പോൾ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഗൈഡൻസ് ഈസ് അസിസ്റ്റൻസ് ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ ടു അഡ്ജസ്റ്റ് വെൽ. നമ്മളൊരു പുതിയ സിറ്റുവേഷനിൽ ചെല്ലുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തുടക്കഘട്ടങ്ങളിൽ, അല്ലേ? അപ്പോൾ Crow and Crow പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഗൈഡൻസ് ഇസ് അസിസ്റ്റൻസ് മെയ്ഡ് അവൈലബിൾ ബൈ എ പേഴ്സണലി ക്വാളിഫൈഡ് ആൻഡ് അഡക്വേറ്റ്ലി ട്രെയിൻഡ് മാൻ ഓർ വുമൺ ടു ആൻ ഇൻഡിവിജ്വൽ ഓഫ് എനി ഏജ് ടു ഹെൽപ്പ് ഹിം മാനേജ് ഹിസ് ഓൺ ലൈഫ് ആക്ടിവിറ്റീസ്, ഡെവലപ്പ് ഹിസ് ഓൺ പോയിന്റ്സ് ഓഫ് വ്യൂ, മേക്ക് ഹിസ് ഡിസിഷൻസ് ആൻഡ് ക്യാരി ഹിസ് ഓൺ ബേർഡൻസ്. അപ്പോൾ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റൻസ് ആണ്, നമ്മൾ കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് ആണ്. അത് കൃത്യമായ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഈ ഗൈഡൻസ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗൈഡൻസ് കൊടുക്കുന്നത്? അതിപ്പോൾ ഗൈഡൻസ് ഏത് ഏജിലുള്ള ആൾക്ക് വേണമെങ്കിലും കൊടുക്കാൻ കഴിയും കേട്ടോ. അത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ മാനേജ് ചെയ്യാനും ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യാനും അതുപോലെ സ്വയം ഡെവലപ്ഡ് ആവാൻ വേണ്ടിയിട്ടും ഒരു നമ്മുടേതായിട്ടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ഡിസിഷൻ മേക്കിംഗ് നല്ല കോൺഫിഡൻസോട് കൂടി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലും ബേർഡൻസ് ഉണ്ടെങ്കിൽ അത് നല്ല ധൈര്യത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് നല്ല വിജയകരമായിട്ട് പൂർത്തിയാക്കാനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ്, അതിനെയാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ. Guidance helps an individual to make appropriate selection of personal, educational and vocational choices. ഈ ഗൈഡൻസിലൂടെ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള, വൊക്കേഷണൽ ആയിട്ടുള്ള ചോയ്സസ് എല്ലാം സാധ്യമാവും. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജോലി ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മളെ എഡ്യൂക്കേഷന് നമുക്ക് ഏതാണോ ഏരിയ ഓഫ് സ്റ്റഡി, അപ്പം ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്താണ് ഏത് എടുക്കണം, സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കൊരു ധാരണയിൽ എത്തിക്കുന്നതാണ് ഈ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദി ഇൻഡിവിജ്വൽ ഡെവലപ്പ് ഹിസ് എബിലിറ്റീസ്. ഇത് സഹായിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന് അവനവൻ്റെ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ആൻഡ് ഇറ്റ് കൺസിഡേഴ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അത് ഓൾസോ നമ്മുടെ ഇൻഡിവിജ്വലി ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗൈഡൻസ് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഓർഗനൈസ്ഡ് സർവീസ്. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സർവീസാണ്. ആൻഡ് ഇറ്റ് ഈസ് മെൻഡ് ഫോർ ഓൾ. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് സർവീസ്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു സർവീസാണ്. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. ഒരു ആളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഗൈഡൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ബെറ്റർ സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ നന്നായിട്ട് സഹായിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമുക്ക് സ്വയം അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും അത് സഹായിക്കും. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ. നമ്മൾ വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു എഡ്യൂക്കേഷന് നമുക്കൊരു സ്റ്റക്ക് ഉണ്ടാവുമല്ലോ, അതൊക്കെ അത്തരം വേസ്റ്റേജസ് ഒക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഡെവലപ്സ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സ്. നല്ല രീതിയിൽ പഠനത്തിനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടായി വരും. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. പരസ്പരം എല്ലാവരും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ വളരും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് സെറ്റ് ക്ലിയർ കട്ട് ഗോൾസ്. നല്ല ലക്ഷ്യം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് പ്ലാൻ ഫ്യൂച്ചർ വെൽ. നമ്മുടെ ഭാവിയെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഇറ്റ് മേക്സ് ബെറ്റർ ചോയ്സസ് ഓഫ് കോഴ്സസ്. നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ആൻഡ് ഇറ്റ് മേക്ക് ബെറ്റർ ചോയ്സസ് ഓഫ് കരിയേഴ്സ്. നമുക്ക് നല്ല കരിയർ സെലക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് സോഷ്യൽ എഫിഷ്യൻസി. അതുപോലെ സാമൂഹികമായിട്ട് നമുക്ക് ഇടപെടാനുള്ള ഒരു എഫിഷ്യൻസി വർദ്ധിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് സോൾവ് പേഴ്സണൽ പ്രോബ്ലംസ്. നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് സോൾവ് വൊക്കേഷണൽ പ്രോബ്ലംസ്. അതുപോലെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് സോൾവ് പ്രോബ്ലംസ് ഇൻ എഡ്യൂക്കേഷണൽ മാറ്റേഴ്സ്. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ മാറ്റേഴ്സിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് എക്സെപ്ഷണൽ ചിൽഡ്രൻ. അതുപോലെ നമുക്കറിയാം എക്സെപ്ഷണൽ ചിൽഡ്രൻസ് ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഭാവിയും അല്ലെങ്കിൽ അവർക്കും നല്ലൊരു കരിയർ ഓപ്ഷൻ, നല്ല രീതിയിൽ കോഴ്സ് സെലക്ട് ചെയ്യാനൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സൊക്കെ അവർക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് മേക്ക് റൈറ്റ് ഡിസിഷൻസ്. യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കാനും അവർക്ക് സാധിക്കും കേട്ടോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അത് തുടർച്ചയായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്സ്. ഇതൊരു വളരെ പതുക്കെ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. പെട്ടെന്ന് റിസൾട്ടൊന്നും കിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് pupils. ഇറ്റ് ഈസ് എൻ ഓർഗനൈസ്ഡ് സർവീസ് ആൻഡ് ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ ഓൾ. ഇറ്റ് ഈസ് ബോത്ത് എ സ്പെഷ്യലൈസ്ഡ് ആൻഡ് ജനറലൈസ്ഡ് സർവീസ് ആൻഡ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇറ്റ് ഫോളോസ് എത്തിക്സ്. ഇതിന് കൃത്യമായിട്ടുള്ള എത്തിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. Then
ടൈപ്സ് ഓഫ് ഗൈഡൻസ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഗൈഡൻസ് ആണ്. അതിൽ പേഴ്സണൽ ഗൈഡൻസ്, എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, പിന്നെ വരുന്നത് വൊക്കേഷണൽ ഗൈഡൻസ്, പിന്നെ ക്ലിനിക്കൽ ഗൈഡൻസ്, ഇൻഡിവിജ്വൽ ഗൈഡൻസ്, ഇത്രയെണ്ണമാണ് വരുന്നത്. പിന്നെ ഗ്രൂപ്പ് ഗൈഡൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഗൈഡൻസ്. ഒന്നാമത്തേത് പേഴ്സണൽ ഗൈഡൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ ടു ഇംപ്രൂവ് ഹിസ് അഡ്ജസ്റ്റബിലിറ്റി വിത്ത് ഹിസ് എൻവയോൺമെൻറ്റ്. ഒരാൾക്ക് അയാളുടെ സാഹചര്യവുമായിട്ട് ഒത്തുചേർന്ന് പോകുവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസിനെയാണ് പേഴ്സണൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരാളെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഹിം സോൾവ് പേഴ്സണൽ പ്രോബ്ലംസ്. നമ്മുടെ പേഴ്സണലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും, ആൻഡ് ഇറ്റ് ബ്രിങ്സ് ഹാപ്പിനെസ്, അയാൾക്കൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടാൻ അത് സഹായിക്കും. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഹിസ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ അവനോട് തന്നെ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്ക് നമ്മുടെ മൈൻഡിനോടൊരു കൺട്രോൾ ചിലപ്പോൾ പോകുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കും. സോ ദാറ്റ് ഈസ് പേഴ്സണൽ ഗൈഡൻസ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ആൾ നമുക്കൊരു സഹായം ചെയ്യും. അപ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റിനൊക്കെ പോയി കാണാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ പ്രോബ്ലം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. അടുത്തത് എഡ്യൂക്കേഷണൽ ഗൈഡൻസ്. ഇറ്റ് ഈസ് അസിസ്റ്റൻസ് ഗിവൺ ടു സ്റ്റുഡൻസ് ഫോർ ചൂസിങ് എ കോഴ്സ് ഓഫ് സ്റ്റഡി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കരിക്കുലം എക്സെട്ര. ഇത് നമ്മൾ കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അവർക്ക് ഏത് കരിയർ ചൂസ് ചെയ്യണം, അവർ ഏത് എഡ്യൂക്കേഷൻ, ഏത് കോളേജിൽ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോഴും +2 കഴിയുമ്പോഴും ഒക്കെ അവർക്ക് കരിയർ ഗൈഡൻസ് സ്കൂളിലൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, അതാണത് കേട്ടോ. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഗെറ്റിംഗ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒന്ന് പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല. അപ്പം നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു വഴിയിലേക്ക് കുട്ടികളെ തിരിച്ചു വിടുക എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷൻ ഗൈഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ഓവർകം അക്കാദമിക് ഡിഫിക്കൽട്ടീസ്, ഫിയർ ഓഫ് എക്സാമിനേഷൻസ്, ആങ്സൈറ്റി അബൌട്ട് ദി സ്കൂൾ വർക്ക്സ് ടു ബി ഡൺ, എക്സെട്ര. ഇറ്റ് ഹെൽപ്സ് pupils adjust with curriculum. It is selecting hobbies, finding interest and aptitudes. അപ്പം വിദ്യാ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗൈഡൻസ് കൊടുക്കുകയാണ് ഈ എഡ്യൂക്കേഷൻ ഗൈഡൻസിലൂടെ ചെയ്യുന്നത് കേട്ടോ. To establishing social relations, etc. It prevents wastage and stagnation. It develops their abilities and confidence. It facilitates learning. അപ്പോൾ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു. ദെൻ വൊക്കേഷണൽ ഗൈഡൻസ്. വൊക്കേഷണൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ ഫോർ ചൂസിങ് എ ജോബ് ഓഫ് ഹിസ് ചോയ്സ്. അതായത് നമ്മുടെ തന്നെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു ജോലി സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഗൈഡൻസ് ആണ്. ആൻഡ് ഫോർ സോൾവിങ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഹിസ് വൊക്കേഷൻ. ഇറ്റ് ഫാമിലറൈസസ് ദി ഇൻഡിവിജ്വൽ വിത്ത് ദ വേൾഡ് ഓഫ് കരിയേഴ്സ്. ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് യൂട്ടിലൈസ് ദെയർ എബിലിറ്റീസ് ടു ദി മാക്സിമം ലിമിറ്റ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഡിസയർ ടു ഡു ബെറ്റർ വർക്ക്സ്. ഇറ്റ് കൾട്ടിവേറ്റ്സ് റെസ്പെക്ട് ഫോർ വർക്ക്സ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫീസസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് അവരെ സ്ട്രെങ്തൻ ചെയ്യുന്ന ചില ഒരു ഇൻറ്റേർണലി അവരുടെ സ്ട്രോങ് ആക്കി മാറ്റുന്ന രീതിയിലുള്ളൊരു കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, കരിയർ നല്ല വൊക്കേഷണൽ ഗൈഡൻസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കൊടുക്കാറുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളൊന്ന് മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ ഈ ഓഫീസ് സ്റ്റാഫ്സൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് അവർക്കൊക്കെ ആകെ ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. എനർജി തീരെ ഇല്ലാത്തൊരു സമയത്ത് ഇത്തരത്തിലൊരു ക്ലാസ്സൊക്കെ കിട്ടുമ്പോൾ അവർക്കൊന്നും കൂടി ഉഷാറാവണം എന്നിങ്ങനെ തോന്നും. അപ്പോൾ അതാണ് വൊക്കേഷണൽ ഗൈഡൻസ് കേട്ടോ. ഇവിടെ കരിയർ ടോക്ക് എന്ന് പറയുന്നൊരു ചെറിയ സബ് പോയിന്റ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് ഗിവിംഗ് വൊക്കേഷണൽ ഇൻഫർമേഷൻ ടു എ പേഴ്സൺ ഓർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ ഈ ജോലിയെ സംബന്ധിച്ചൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസിനെയാണ് കരിയർ ടോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടോക്ക് ബൈ എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ്. ആ ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ ഉണ്ടാവും. ആ മീറ്റിങ്ങിലൊക്കെ ഇതുപോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് വന്നിട്ട് ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പം നമുക്ക് ചില സിറ്റുവേഷൻസ്, ചില കുട്ടികളെയൊക്കെ നമുക്ക് എങ്ങനെ ഇവരെ കൊണ്ടുപോകണമെന്നൊന്നും ക്ലാസ്സിൽ അറിയുന്നുണ്ടാവില്ല. ക്ലാസ്സിൽ ഇങ്ങനെ ഒരു എക്സെപ്ഷണലി ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അതിനെ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഈ ഒരു അനുഭവത്തിലൂടെ വന്ന ആളുകളായിരിക്കും എക്സ്പേർട്ട് ആയിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ളതിനാണ് കരിയർ ടോക്ക് എന്ന് പറയുന്നത് കേട്ടോ. And it focuses on the nature and importance of works, description of different careers, working atmosphere, qualifications, special training required, remuneration, ways of getting selection, possibilities of promotion, sources of further information, etc. Showing vocational films and arranging career exhibition can also be done as part of the career talk. അപ്പം കരിയർ ടോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൊക്കേഷണൽ ഫിലിംസും അറേഞ്ചിങ് കരിയർ എക്സിബിഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കരിയർ
ടോക്ക് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. ഇത് കോളേജിലും സ്കൂളിലും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇറ്റ് ഇൻസ്പയർസ് സ്റ്റുഡൻസ് ടു അക്വയർ ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറെൻറ്റ് കരിയേഴ്സ്. ശരിക്കും ഇതുപോലെ സമൂഹത്തിലെ ഏറ്റവും നല്ല അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ള ആളുകളെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവരണം. പലരെയും നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു IAS ഓഫീസറെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ അത് കുട്ടികൾക്ക് ഒരു സ്പാർക്ക് കൊടുക്കും. അത്തരം ആളുകൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, അവരുടെ ജോലിയോടുള്ള അവരുടെ താല്പര്യം. ഇപ്പോൾ ഫിലിം സ്റ്റാർസിനൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഫിലിമിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാരണം എന്താ, ഇവർ നമ്മളിങ്ങനെ സ്ഥിരം കാണുന്നത് കൊണ്ടാണ്. അപ്പം അതൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇൻസ്പയർസ് സ്റ്റുഡൻസ് ടു അക്വയർ ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറെൻറ്റ് കരിയേഴ്സ്. ഇറ്റ് ക്ലാരിഫൈസ് പീപ്പിൾസ് ഡൗട്ട്സ് ആൻഡ് കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് ദി നേച്ചർ ഓഫ് ഡിഫറെൻറ്റ് വൊക്കേഷൻസ്. അപ്പോൾ പല ജോലി സ്ഥലത്ത് പല ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ വന്ന് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവർ അനുഭവസ്ഥരാണ് അല്ലേ. അപ്പം അത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് ശരിക്കും അത്തരം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തു കൊടുക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾസ് ഐഡൻറ്റിഫൈ ദ കരിയേഴ്സ് സ്യൂട്ടബിൾ ടു ദെയർ ലെവൽ ആൻഡ് ഇൻട്രസ്റ്റ്. ഓരോ കുട്ടികൾക്കും ഓരോ ലെവലാണ്, അത് അവനവന് തന്നെയാണ് ശരിക്കും അറിയാം. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ ചില ആളുകളുണ്ടാവും ഫിസിക്കൽ ട്രെയിനീസൊക്കെ, PT ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള, സ്പോർട്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. എല്ലാവർക്കും പല ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അതുമായി അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ അവർ കൂടുതലായിട്ടും അത്തരം ആളുകളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യമാണ് ഈ കരിയർ ടോക്കൊക്കെ. ഇറ്റ് ക്രിയേറ്റ്സ് എ കരിയർ മൈൻഡ് ഇൻ ദം. അവരുടെ മനസ്സിൽ തന്നെ അങ്ങനെ ആവണം, ആ ഒരു കരിയർ ചൂസ് ചെയ്യണം എന്ന് അവർക്ക് മുമ്പിലൊരു എക്സാമ്പിളായിട്ടൊരാൾ വന്ന് നിൽക്കുകയാണ് അല്ലേ. ഇപ്പോൾ രാഷ്ട്രപതി ആയിരുന്ന APJ അബ്ദുൽ കലാം ഒക്കെ എല്ലാ സ്കൂളുകളിലേക്കും വരുന്നത് എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹം കുട്ടികളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ട് എത്രയോ പേര് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് കരിയർ ടോക്കിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. മോർ ഓവർ ഇറ്റ് ഹെൽപ്സ് ദം ഡിറക്റ്റ് ദ എഡ്യൂക്കേഷൻ ലൈഫ് പ്രോപ്പർലി. ശരിക്കും ഇത്തരം ആളുകൾ വരുമ്പോൾ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കാൻ വരെ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും കുട്ടികളുടെ മനസ്സിൽ പഠിക്കണം എന്നുള്ളൊരു ചിന്തയെങ്കിലും അവർ ഉണ്ടാക്കാൻ അതൊരു സഹായിക്കും. സം അതർ ടൈപ്സ് ക്യാൻ ഓൾസോ ബി സീൻ. വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഗൈഡൻസ് ആണ്. ഇറ്റ് ഈസ് എ ഗൈഡൻസ് ഗിവൺ ടു ഇൻഡിവിജ്വൽ ഫോർ ക്ലിനിക്കൽ പർപ്പസസ്. ഹെൽത്ത് റിലേറ്റഡ് മാറ്റേഴ്സ് ആൻഡ് പ്രോബ്ലംസ് ആർ ഫോക്കസ്ഡ് ഹിയർ. ദ പ്രോബ്ലംസ് ആർ അക്യുറേറ്റ്ലി ഡയഗ്നോസ്ഡ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഫിസിക്കലി ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള എങ്ങനെ ആയാലും ചിലപ്പോൾ സൈക്കോളജിക്കലി ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊരു ക്ലിനിക്കൽ ഗൈഡൻസ്, നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ളൊരു ധാരണയൊന്നും ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ വേണം, ഇപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ വാരി തേക്കാറൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ സ്കിൻ ടോൺ എന്താണെന്ന് പോലും അറിയാതെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിനൊക്കെ നമുക്കൊരു ആളുടെ ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ക്ലിനിക്കൽ ഗൈഡൻസ് കേട്ടോ. ഗൈഡൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻഡിവിജ്വൽ ഗൈഡൻസ് ആൻഡ് ഗ്രൂപ്പ് ഗൈഡൻസ് കൺസിഡറിങ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് റിസീവിങ് ഇറ്റ് അറ്റ് എ ടൈം. അപ്പം ഈ ഗൈഡൻസിനെ നമുക്ക് വീണ്ടും തരംതിരിക്കാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽ ഗൈഡൻസും ഗ്രൂപ്പ് ഗൈഡൻസും ആണ് കേട്ടോ. അതിൽ ഇൻഡിവിജ്വൽ ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാൾക്ക് കൊടുക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻറ്റൻസ് അറ്റൻഷൻ, മോർ പ്രൈവസി, ബെറ്റർ റാപ്പോർട്ട് ആൻഡ് ഇൻക്രീസ്ഡ് എഫക്റ്റ്. ഇൻഡിവിജ്വൽ ഗൈഡൻസ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമ്മൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കാറുണ്ട്. ഇനി ഗൈഡൻസ് സെൽ ഇൻ സ്കൂളിൽ നമ്മളൊരു ഗൈഡൻസ് സെല്ല് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു റൂം, അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ അറിയുന്ന ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഇതൊക്കെ അറിയുന്ന ഒരാൾ നമുക്ക് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ഗൈഡൻസ് സെല്ലുകൾ ഉണ്ടായിരിക്കും. അത് ഇതുമായിട്ട് ചേർത്ത് എഴുതണം കേട്ടോ. വേണ്ട പോയിൻറ്റ്സ് നിങ്ങൾ ഇതിനകത്തുനിന്ന് ജസ്റ്റ് വായിക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് കരിയർ ഗൈഡൻസ് സെല്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കട്ടോ. കരിയർ ഗൈഡൻസ് സെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, ഇൻ്റർപ്രിട്ടേഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ഫോളോ അപ്പ്, ഇവാലുവേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഗൈഡ് ചെയ്യുന്നത്. ഒരാളെ ഗൈഡൻസ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്തുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, ഇൻ്റർപ്രിട്ടേഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ. ഇനി അടുത്തത് കൗൺസിലിംഗ്. Counseling is a type of interaction in which the counselor and the counselee discuss the problem, and in the process of which the counselee becomes able to solve his problems amicably. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ്. കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ളൊരു ഇൻറ്ററാക്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഒരാൾ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും, നമ്മൾ തിരിച്ച് റിപ്ലൈ പറയും. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവും, നമ്മളെ സഹായിക്കാൻ പറ്റും. ഇൻ ദ വേർഡ്സ് ഓഫ് G.Z. Wren, counseling is a personal and dynamic relationship between two individuals. പേഴ്സണലിയും ഡിനാമിക്കും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് രണ്ട് പേര് തമ്മിലുള്ളത്. ദി കൗൺസിലർ ആൻഡ് ദ കൗൺസിലി ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദ ലേറ്റർ വിത്ത് മ്യൂച്വൽ
കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് ഒരു എന്താന്ന് വെച്ചാൽ ഒരു മ്യൂച്വൽ കൺസിഡറേഷനും ആ പ്രോബ്ലത്തിനൊരു സോൾവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓഫേഴ്സ് വർത്ത് വൈൽ എക്സ്പീരിയൻസ് ടു ദ ലേണേഴ്സ്. ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ കൗൺസിലർ ആൻഡ് കൗൺസിലി. കൗൺസിലർ ഇത് മുഴുവനും എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് നടക്കുന്നില്ല. ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ കണ്ട ആളുകളോടൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു പേഴ്സണലി ഒരു കൗൺസിലർ എടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അയാൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതിന് മുമ്പുണ്ടായിരിക്കും, കുറേ വായിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ അയാൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും ഈ പ്രോബ്ലം ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇയാളിത് പോയിട്ട് കണ്ട ആൾക്കാരോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. അപ്പം ഇതൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ കോൺഫിഡൻസ്. പരസ്പരമുള്ള ഒരു കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് അറൗണ്ട് ദ നീഡ്സ് ഓഫ് ദി കൗൺസിലി ആൻഡ് ഇറ്റ് അസിസ്റ്റ് ദ കൗൺസിലി ടു സോൾവ് ഹിസ് പ്രോബ്ലംസ് ആൻഡ് ഇറ്റ് റിക്വയർസ് ട്രെയിൻഡ് പേഴ്സൺ. ഇതൊക്കെ അറിയുന്ന ഒരാൾ വേണം കേട്ടോ, അല്ലാതെ ഇതിനെപ്പറ്റി തീരെ ധാരണ ഇല്ലാത്ത ഒരാളടുത്ത് പോയിട്ട് കാര്യമില്ല. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു സെൽഫ് റിയലൈസേഷൻ ഓഫ് ദ ക്ലയൻറ്റ്സ്. ഇനി കൗൺസിലിംഗ് പല രീതിയിലുണ്ട്. There are mainly 3 types of counseling. They are directive counseling, non-directive counseling and eclectic counseling. Directive counseling എന്ന് പറഞ്ഞാൽ it is a type of counseling that emphasizes the counselor. അത് കൗൺസിലറിനെ എംഫസൈസ് ചെയ്യുന്നതാണ് കേട്ടോ, മൂപ്പരാണ് ഇവിടെ പ്രധാന ആളെ. ഇറ്റ് ഈസ് കൗൺസിലർ സെൻറ്റേഡ് ആണ്. ഇറ്റ് ഫോക്കസ് ഓൺ ദ പ്രോബ്ലം. ഇത് പ്രശ്നത്തെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദ കൗൺസിലർ ഈസ് മോർ ആക്റ്റീവ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ടീച്ചർ സ്റ്റുഡൻറ്റിൽ ടീച്ചർ ഡോമിനൻ്റ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കൗൺസിലർ ഡോമിനൻ്റ് ആണ്. ആൻഡ് ഹി ടോക്സ് മോസ്റ്റ് ഓഫ് ദി ടൈം. മിക്കവാറും സമയത്ത് ഈ കൗൺസിലർ ആയിരിക്കും സംസാരിക്കാം. E.G. Williamson is a chief exponent of directive counseling. E.G. Williamson ആണ് ഇത് കൊണ്ടുവന്ന ആൾ കേട്ടോ. Then non-directive counseling. It is a type of counseling that emphasizes the counselee. ഇവിടെ നോൺ ഡയറക്റ്റീവിൽ പ്രധാനമായിട്ടുള്ളത് കൗൺസിലിയാണ്. ആർക്കാണോ പ്രശ്നം അയാളായിരിക്കും ഡൊമിനൻ്റ്. ആൻഡ് ഇറ്റ് ഈസ് കൗൺസിലി സെൻറ്റേർഡ് കൗൺസിലിംഗ് ആൻഡ് ദ കൗൺസിലി പ്ലേസ് എ ആക്റ്റീവ് റോൾ ഹിയർ. ദ കൗൺസിലർ എൻകറേജസ് ഫ്രീ എക്സ്പ്രഷൻ. He accepts the positive and negative feelings of the counselee and it makes the individual capable of making judgment. Carl Roger is a chief exponent of non-directive counseling. Okay. ഇവിടെ ശരിക്കും കൗൺസിലിക്കാണ് പ്രാധാന്യം. അപ്പോൾ കൗൺസിലിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ നമ്മൾ നോക്കും. പിന്നെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ റിവീൽ ചെയ്യാനുള്ള എല്ലാ സഹായവും നമ്മൾ കൊടുക്കും. അപ്പം കോൾ റോജറാണ് ഇതിന് പ്രാധാന്യം അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന ആൾ കേട്ടോ. ഇനി അടുത്തത് എക്ലക്റ്റിക് അല്ലേ. ഇനി ഡിറക്റ്റീവും നോൺ ഡിറക്റ്റീവും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഇവിടെ ഒരു പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. ഡിറക്റ്റീവിൻ്റെത് ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് കൗൺസിലർ സെൻറ്റേർഡ് ആണ്. ഇറ്റ് കൺസ്യൂംസ് എ ലിറ്റിൽ ടൈം. ഇറ്റ് എംഫസൈസ് ദ പ്രോബ്ലം. ഇറ്റ് ഗിവ്സ് പ്രൊമിനൻസ് ടു ഇൻ്റലക്ച്വൽ ആസ്പെക്ട്സ് ആൻഡ് ഇറ്റ് യൂസസ് ഡിറക്റ്റ് മെത്തേഡ്സ്. പോസ്റ്റ് കൗൺസിലിംഗ് കോൺടാക്ട് ഈസ് അറ്റ് ദ കൗൺസിലേഴ്സ് ഇനീഷ്യേറ്റീവ് ആൻഡ് റാപ്പോർട്ട് ഈസ് ഡിസൈറബിൾ. പക്ഷേ നോൺ ഡയറക്റ്റീവിൽ എങ്ങനെയാണ്? ക്ലയൻറ്റിനെയാണ് സെൻറ്റർ ചെയ്തിരിക്കുന്നത്. കൺസ്യൂംസ് മോർ ടൈം. It emphasizes the counselee and it gives prominence to emotional aspects and it uses indirect methods. Post-counseling contact is at the counselee's initiative and rapport is essential. Okay. ഇനി അടുത്തത് എക്ലക്റ്റിക് കൗൺസിലിംഗ് ആട്ടോ. It is a type of counseling that incorporates the salient features of the directive and non-directive counseling. ഈ ഡിറക്റ്റീവും നോൺ ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൻ്റെയും പ്രധാനപ്പെട്ടിട്ടുള്ള ചില ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മിഡ് ബൈ ബിറ്റ്വീൻ ഡിറക്റ്റീവ് ആൻഡ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. ദ കൗൺസിലർ ഈസ് നെയ്തർ ടു ആക്റ്റീവ് ഓർ ടു പാസീവ്. ടു ആക്റ്റീവ് ആയിരിക്കില്ല, ടു പാസീവ് ആയിരിക്കില്ല. The counselor makes use of directive and non-directive counseling techniques. Okay, that is eclectic counseling. വേണ്ടപ്പോൾ നോൺ ഡിറക്റ്റീവ് ആവും, വേണ്ടപ്പോൾ ഡിറക്റ്റീവ് ആവും, അങ്ങനെ മാറി മാറി വരുന്നതാണ് എക്ലക്റ്റിക് കൗൺസിലിംഗ്. ഇനി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കൗൺസിലർ. പേഷ്യൻസ് വേണം, റിക്വയർഡ് ക്വാളിഫിക്കേഷൻ വേണം, സഫിഷ്യൻറ്റ് എക്സ്പീരിയൻസ് വേണം, പൊളൈറ്റ് ബിഹേവിയർ വേണം, പ്രൈവസി വേണം, ഗുഡ് കോംപ്രിഹെൻഷൻ വേണം, ലോങ് അറ്റൻഷൻ സ്പാൻ വേണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് കൗൺസിലറുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്വാളിറ്റീസ്. So I hope you understood. Thank you so much.